കുമ്പളങ്ങയും കുറച്ച് വൻപയറും തേങ്ങാപ്പാലിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഓലൻ. നമുക്കിത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഓണസദ്യയിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഓലൻ. അപ്പോൾ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓലൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഒരു അര കപ്പ് വൻപയർ, ബ്രൗൺ നിറത്തിലുള്ള വൻപയറാണ് എടുത്തത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങയുടെ 2ാം പാൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അഥവാ നിങ്ങൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടിയിൽ നമ്മൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അര കപ്പ് തേങ്ങ ചിരകിയതിന് ശേഷം ആദ്യം ഒരു അര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് മാറ്റിയതിന് ശേഷം 1.25 കപ്പ് വെള്ളത്തിൽ 2ാം പാൽ നമുക്കിതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 വിസിലടിച്ചിട്ട് നമുക്കിതൊന്ന് പയറൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു 1/2 കിലോ അളവിൽ കുമ്പളങ്ങയാണ്. നേരിയതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കർ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ച കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ച തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മൾ കുമ്പളങ്ങയും വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ശേഷം ഇതുപോലെ തന്നെ പ്രഷർ പോകുന്നത് വരെ നമുക്ക് കുക്കർ തുറക്കാതെ വെച്ചിട്ട് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചധികം നമുക്ക് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പച്ചമുളകാണ് നമ്മുടെ ഈ ഓലൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ ഒരു 5 മുതൽ 6 വരെ പച്ചമുളകും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് 3 മുതൽ ഒരു 4 മിനിറ്റ് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ കുമ്പളങ്ങയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. പയർ നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏകദേശം 1/2 കിലോളം കുമ്പളങ്ങ നേരിയതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ പൊടി ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1ാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുക്കർ ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെക്കാം. വിസിലൊന്നും ഇടാതെ നമുക്കിതൊരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഓലൻ തയ്യാറായി കിട്ടും. ചോറിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം. ഓണസദ്യയിലും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഓലൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. Thank you.